ബാംഗ്ലൂരിലെ പബ്ബിന് പുരുഷന്മാരോടൊപ്പം കുടിച്ചു കൂത്താടുകയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സ്വന്തം അടിവസ്ത്രം വരെ പരസ്യമായി ഉരിഞ്ഞെറിയാൻ തയ്യാറായ ഒരു വനിതാ സംഘടനയും കണ്ടില്ല ഈ വാർത്ത കണ്ടില്ല. സഹവിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുന്നു. കുടിച്ചു കൂത്താടാൻ ഒന്നിച്ചു സ്വാതന്ത്ര്യം. എതിർത്തതിന് അല്ലെങ്കിൽ അടിച്ചോടിച്ചതിന് നമ്മൾ അംഗീകരിക്കുന്നതിൽ അക്രമം ഒന്നിനും പരിഹാരമല്ല. മറിച്ച് ബോധവൽക്കരണം വേണമെന്നതിന് നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ സംസ്കാരം തുടരാൻ അനുവദിക്കരുത് നമ്മൾ തീരുമാനിക്കുന്നു. ഒന്നിച്ച് കുടിച്ചു കൂത്താടാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞവര് മനുഷ്യാവകാശക്കാരുണ്ട്, വനിതാ വിമോചകരുണ്ട്. അവരാരും പറഞ്ഞില്ല ഒന്നിച്ച് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന്. മദ്രസകളിൽ സഹവിദ്യാഭ്യാസം നിരോധിച്ച ഉത്തരവ് പത്രത്തിൽ വന്നപ്പോ അവരെല്ലാം മാളങ്ങളിലേക്ക് തലവലിച്ചു. ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല, മാവിലായിക്കാരാ, ഞങ്ങൾക്ക് ഒരഭിപ്രായമില്ല. ഞങ്ങൾ വേണേ ബാംഗ്ലൂരിലെ പബ്ബിനെ പറ്റി പറയാം, കർണാടകയിലെ കുഞ്ഞപ്പൂന്റെ മകളെ പറ്റി പറയാം, അല്ലാതെ സഹവിദ്യാഭ്യാസത്തെ പറ്റി ഞങ്ങളോട് ചോദിച്ചു പോകരുത്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല. സമത്വം പബ്ബിലാകാമെന്ന് നമ്മൾ ഈ പുലിവാലെ ആദ്യം കേൾക്കുക, പമ്പ് കേട്ടിട്ടുണ്ട്. ഈ ബഹളം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു സാധനം അടുത്ത് വന്നോളും കേരളത്തിലേക്ക്. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല, നമ്മുടെ അറിവിന്റെ അഗാധത അളക്കണ്ട. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എങ്കിൽ എന്റെ അറിവിന്റെ അയിമയാണത്. അല്ല എങ്കിൽ പതിയെ പതിയെ നമുക്ക് അത്രമാത്രം നമ്മൾ അതിന് പ്രചാരം കൊടുത്തു കഴിഞ്ഞു. പബ്ബ് സംസ്കാരത്തിന് സമത്വമൊക്കെ നല്ല തന്നെയാണ്. പുരുഷന് ചെയ്യാൻ കഴിയുന്നതൊക്കെ സ്ത്രീക്കും ചെയ്യാൻ കഴിയണം. ഒരു പുരുഷൻ വെള്ളടിച്ച് കറങ്ങി റോട്ടി വീണാൽ, ലേശം തലയ്ക്ക് വെട്ടം വന്നാൽ പാമ്പിനെ പോലെ എഴഞ്ഞിട്ടെങ്കിലും അവന് വീട്ടിലെത്താം. ഇന്നത്തെ സാഹചര്യത്തില് ഒരു സ്ത്രീ വെള്ളമടിച്ച് കറങ്ങി റോട്ടി വീണാൽ ലേശം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോവാൻ പല്ലും നഖോ തലമുടി അല്ലാണ്ട് വല്ലതും കിട്ടുവോ? 2.5 വയസ്സുള്ള പെൺകുട്ടിക്ക് വരെ സുരക്ഷിതത്വമില്ലാത്ത നാട്ടിലാണ് കറങ്ങി വീഴാൻ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയണത്. ഇവിടെ പറഞ്ഞവര് മറന്നുപോയൊരു വസ്തുതയുണ്ട്. രക്ഷിതാക്കൾ എന്നൊരു വിഭാഗം അകത്തുണ്ട് എന്ന്. അവരുടെ പ്രതികരണം എന്താണ് എന്ന് ഓർക്കാതെ പത്രമാധ്യമങ്ങളിലും പ്രഭാഷണ വേദികളിലും നിറഞ്ഞു നിന്നവര് ഈ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കളെ പറ്റി കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഏതായാലും അതിനെതിരെ മഹാകാവ്യങ്ങൾ രചിച്ചവര്, അതിനെതിരെ പ്രതികരണവും പ്രതിഷേധവുമായി ആഞ്ഞടിച്ചവര് അറിഞ്ഞില്ല ഉത്തർപ്രദേശിലെ സഹവിദ്യാഭ്യാസം നിരോധിച്ചത്. ഉത്തർപ്രദേശിലെ ആ മദ്രസകളിൽ പഠിച്ചു വരുന്നവർക്ക് ഈ മദ്രസ ബിരുദം മതി IAS എടുക്കാൻ, IPS എടുക്കാൻ, IFS എടുക്കാൻ, ICS എടുക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ആ മദ്രസകളിൽ സഹവിദ്യാഭ്യാസം പോലും തെറ്റ് എന്ന് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടിക്ക് നാളെ ജില്ലാ കളക്ടറാകാം, കേരളത്തിലെ DPI ആകാം. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ എന്ത് മാറ്റങ്ങൾ വേണ്ടി വരുത്താം. അപ്പൊ കേരള വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം മുതൽ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്ററില് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി എഴുതണം. കാരണം അതൊരു വിവേചനമാണ്. ആൺകുട്ടികളെ മുകളിലും പെൺകുട്ടികളെ താഴത്തും എഴുതുന്നത് ഒരു വിവേചനമാണ് എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആൽഫബറ്റിക് ഓർഡറിൽ ഇടകലർത്തിയേ എഴുതാവൂ എന്ന് കേരള വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ വകുപ്പിന് ഇവിടേക്ക് ഇടപെടാൻ സാധിക്കും. നാളെ ഈ ബിരുദവുമായി വരുന്ന ഉത്തർപ്രദേശിൽ സഹവിദ്യാഭ്യാസം പോലും തെറ്റ് എന്ന് കരുതി വരുന്ന ഒരാൾ DPI ആയാൽ, ഇവിടുത്തെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രമുഖ സ്ഥാനം ലഭിച്ചാൽ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നു ഞങ്ങള്. കേരളത്തിലെ അമ്മ പെങ്ങന്മാരെല്ലാം തന്നെ പർദ്ദ ധരിച്ചേ പുറത്തിറങ്ങാവൂ. കേരളത്തിലെ അമ്മ പെങ്ങന്മാരെല്ലാം തന്നെ മുഖം വരെ മറയ്ക്കുന്ന പർദ്ദ ധരിച്ചേ പുറത്തിറങ്ങാവൂ എന്നൊരു ഉത്തരവ് നാളെ വരില്ലേ? ഇവിടെ ഞങ്ങൾ വളരെ ആശയോടെ, ഉള്ളിൽ തിങ്ങിയ ആശങ്കയോടെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരോട് ചോദിക്കുന്നു, ഞങ്ങളെ അതിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള പേയ പിടിച്ച ഉത്തരവുകള് ഇവിടുത്തെ സ്ത്രീ സമൂഹം ഇന്ന് വരെ നേടിയ സ്വാതന്ത്ര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് വരുന്നത് വരെ പോകുന്ന വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ഇതിനെ തൊളിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അതോ സ്വന്തം അമ്മയെ, സ്വന്തം പെങ്ങളെ, സ്വന്തം ഭാര്യയെ, സ്വന്തം മകളെ സംരക്ഷിക്കലാണ് പുരുഷത്വം എന്ന് കരുതുന്ന നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കണ്ടേ, പ്രതിഷേധിക്കണ്ടേ, പരിഹാരം കാണണ്ടേ? ഈ പോക്ക് ഏതുവരെ? ഈ നാട് എവിടെ ചെന്ന് അവസാനിക്കും നമ്മൾ ചിന്തിക്കുക. ഇതെനിക്ക് തോന്നുന്നില്ല ഇസ്ലാമിക സമൂഹത്തിനും വലിയ നന്മയൊന്നും ചെയ്യുമെന്ന്. കാരണം ഒരു കാലത്ത് ആര്യൻ എഴുത്ത് പഠിച്ചാൽ അറാമായി എന്ന് വിചാരിച്ചിട്ട് പൊതുവായ സംസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞോടിയവരവര് ബന്ധപ്പെട്ട അവിടെ അതിലെ ചില പുരോഗമനവാദികളാണ് പഠിക്ക് പഠിക്ക് പഠിക്കുന്ന പറഞ്ഞ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ആ മുന്നോട്ട് വന്നവരോട് വീണ്ടും പറയുന്നു, വടിയെടുത്ത് ഓടിക്കോ, തിരിച്ചോടിക്കോ, നിങ്ങൾക്ക് മദ്രസ പഠനം മാത്രം മതി. മദ്രസയില് ഒരുപക്ഷെ ഉന്നത വിജയം നേടിയ ആളായിരിക്കാം. നമ്മൾ ഇന്ന് പാർലമെന്റ് സ്ഫോടനം നടത്തിയതിന്റെ പേരിൽ തീറ്റി പോറ്റുന്ന
പഠിപ്പിച്ചിരുന്ന മഹാനായ ഗുരു, അദ്ദേഹം ഒരു ഗുരുവാണ്, അഫ്സൽ ഗുരു. ഈ ഗുരു നാളെ പുറത്തിറങ്ങിയിട്ട് കളക്ടറാകാം, DPI ആകാം, ഏത് ചീഫ് സെക്രട്ടറി വരെ ആകാം. കാരണം മദ്രസാ ബിരുദം കയ്യിലുണ്ട്, ബാക്കി പിന്നെ തന്നെ പരിശ്രമിച്ചുണ്ടാക്കിയാൽ മതി. ഈ നിലയിലേക്ക് ഈ നാട് പോകുമ്പോൾ ഇത് അവസാനിപ്പിക്കണമെന്നുള്ളതിന് ജാതിഭേദമോ മതഭേദമോ ഉണ്ടോ ഇത്തരം അഭിപ്രായങ്ങൾക്ക്? എന്തുകൊണ്ട് നമുക്കിത് പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല മറ്റുള്ളവർ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അവിടെയാണ് വോട്ടിന്റെയും നോട്ടിന്റെയും കനം നമ്മൾ മനസ്സിലാക്കുന്നത്. വോട്ടിന്റെയും നോട്ടിന്റെയും കനം കൊണ്ടാണ് ഇത് സ്വാഭാവികമായ അനീതിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇതിനെതിരെ ഒരു വാക്കുപോലും പറയാത്തത്. ഇവിടെ CBSE ബിരുദങ്ങൾക്ക് തുല്യമായി മദ്രസ ബിരുദങ്ങൾ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി ഒന്നുകൂടി ചെയ്യാം. 1950 നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത് മുതല് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട്. ഇവിടെ വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനും അവർക്ക് ഇഷ്ടം പോലെ നടത്തിക്കൊണ്ടുപോകാനുമുള്ള പ്രത്യേക അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ മുസ്ലിം സമൂഹവും അനുഭവിക്കുന്നുണ്ട്. മദ്രസകളെ CBSE ആക്കിയതോടുകൂടിയിട്ട് അത്തരത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളും മുസ്ലിം വ്യക്തികളോ സ്ഥാപനങ്ങളോ നടത്തുന്ന മുഴുവൻ വിദ്യാലയങ്ങളും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ദേശസാൽക്കരിക്കുവാനുള്ള തന്റെ ഇടം കൂടെ കാണിക്കണം. രണ്ടും വേണ്ട, മദ്രസ CBSE ബിരുദായിട്ടുണ്ട്, ഇനി മറ്റ് യാതൊരു വിദ്യാലയവും വേണ്ട, യാതൊരു വിദ്യാലയവും വേണ്ട. ഒരു CBSE സ്കൂൾ അനുവദിച്ചു കിട്ടണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം, കാക്കത്തൊള്ളായിരം നിബന്ധനയാണ്. അത്ര ഏക്കർ കളിസ്ഥലം വേണം, ഇത്ര ക്യൂബിക് മീറ്റർ വായു വേണം, ആന വേണം, ചേന വേണം, അയലോക്കക്കാരൻ തന്നെ വിധത്തിലായിരിക്കണം. അതുപോലെ ഉണ്ട് സ്കൂളിന്റെ മാത്രം നേരെ അവസാനം ചെല്ലുമ്പോൾ അയലോക്കക്കാരൻ ശരിയല്ല, അത് അയാളുടെ നീളവും വണ്ണവും ശരിയല്ല എന്ന് വരെ പറഞ്ഞിട്ട് CBSE സ്കൂളുകളുടെ അംഗീകാരം തടസ്സപ്പെടുത്തുന്ന, എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു മറ്റേ കൊടക്ക് കീഴിലോ പന്തൽ അല്ലെങ്കിൽ മുറുക്കാൻ